കേരള രാഷ്ട്രീയ ഭൂപടത്തിൽ ഇതിനോടകം തന്നെ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ് കേരളത്തിലെ ജില്ലകളുടെ വിഭജനവും അല്ലെങ്കിൽ പുനഃക്രമീകരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഭരണപരമായിട്ടുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി ജില്ലാ വിഭജനം അനിവാര്യമാണെന്നുള്ള കാര്യത്തിൽ ഇതിനോടകം തന്നെ ആർക്കും ഒരു സംശയവുമില്ല, പ്രത്യേകിച്ച് മലബാറിൽ. എന്നാൽ ഇതിനോടൊപ്പം പുനഃക്രമീകരിക്കപ്പെടുന്ന ജില്ലയുടെ പേര് എത്തരത്തിലാവണം എന്നുള്ള രീതിയിലൊക്കെ ആളുകൾക്കിടയിൽ വലിയ രീതിയിൽ ചർച്ചകളുണ്ട്, വലിയ രീതിയിൽ ഡിബേറ്റുകൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറത്തിന്റെ കാര്യത്തിൽ ഇത് വളരെയധികം സജീവമായിട്ടുണ്ട്. ഇത്തരമൊരു ചർച്ച നടക്കുന്നതിനിടയിലാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഒരു സുപ്രധാനമായിട്ടുള്ള സംഭവം നടക്കുന്നത്. അതായത് മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ പേര് മാറ്റിയിട്ട് മെഡിക്കൽ കോളേജ് മലപ്പുറം എന്നാക്കി മാറ്റി. ഇത് മഞ്ചേരി പ്രദേശത്തുകാർക്കെതിരെ ഉള്ളിൽ വലിയ രീതിയിലുള്ള പ്രാദേശിക വികാരം ഉണർത്തി. വലിയ രീതിയിൽ അവർ പ്രതിഷേധിച്ചു. അവര് പറയുന്നത് എന്താ വെച്ചാല് മഞ്ചേരിയുടെ വികസനങ്ങൾ എല്ലാം മലപ്പുറത്തിന്റെ ലേബലിലാകുന്നു, അല്ലെങ്കിൽ മഞ്ചേരിയിൽ നടക്കുന്ന പല വികസന പ്രവർത്തനങ്ങളും മഞ്ചേരിയുടെ പ്രൈഡ് ഉയർത്തുന്നതിന് പകരം പലപ്പോഴും മലപ്പുറത്തെ സഹായിക്കുന്നതായിട്ടുള്ള ഫീലിംഗ് മഞ്ചേരിക്കാർക്കിടയിൽ പൊതുവെ ഈ സമയത്ത് വളരെയധികം ഉയർന്നു വന്നിട്ടുണ്ട്. ഇത്തരം ഒരു പ്രതിഷേധം ശക്തമായതോടെ മെഡിക്കൽ കോളേജ് മലപ്പുറം എന്നുള്ള ബോർഡ് മാറ്റാൻ അധികൃതർ നിർബന്ധിതരായി. അതിപ്പോൾ പഴയ പോലെ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജ് എന്ന ലെവലിൽ തന്നെ അവർ മാറ്റേണ്ടി വന്നു. പലപ്പോഴും സർക്കാർ ആനുകൂല്യങ്ങളും സർക്കാർ സൗകര്യങ്ങളും ചുളുവിൽ മലപ്പുറം എന്ന സ്ഥലം അടിച്ചു മാറ്റുന്നു എന്നുള്ള ഒരു പ്രാദേശികമായ ശക്തമായിട്ടുള്ള ഒരു വികാരം മഞ്ചേരിക്കാർക്കിടയിൽ ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് വ്യക്തിപരമായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട്. മഞ്ചേരിയിലെ പല പ്രശസ്തമായ സ്ഥാപനങ്ങളും അറിയപ്പെടുന്നത് മലപ്പുറത്തിന്റെ പേരിലാണ്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. മഞ്ചേരി എന്ന് പറഞ്ഞാൽ സ്വന്തമായി ഐഡന്റിറ്റി ഉള്ള വലിയൊരു നഗരമാണ്. മഞ്ചേരി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ചെറിയ നഗരമായിട്ട് സങ്കല്പിക്കരുത്. മഞ്ചേരി എന്ന് പറഞ്ഞാൽ വലിയൊരു നഗരമാണ്. അതായത് ഏകദേശം കച്ചേരിപ്പടി മുതൽ ചെരണി വരെയും അല്ലെങ്കിൽ പയ്യനാട് മുതൽ കൊല്ലാര വരെയുള്ള മേഖലകൾ മഞ്ചേരി എന്നാണ് അറിയപ്പെടുന്നത്. ഈ പറഞ്ഞ ഏരിയകളൊക്കെ വലിയ ടൗണുകളാണ്, വലിയ സിറ്റിയാണ്. മഞ്ചേരി എന്ന് പറഞ്ഞാൽ കേവലം ഒരു ടൗൺ അല്ല, അത് വലിയൊരു സിറ്റി തന്നെയാണ്. മഞ്ചേരി കണ്ടവർക്ക് എന്തായാലും അത് അറിയാതിരിക്കില്ല. അങ്ങനെ ഇരിക്കെ മഞ്ചേരിയിൽ വരുന്ന ഏതൊരു വികസന പ്രവർത്തനവും അത് മലപ്പുറത്തിന്റെ ലേബലിൽ അടിച്ചേൽപ്പിക്കുന്നത് പല അവസരങ്ങളിലും നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മലപ്പുറത്തെ നഗരവൽക്കരണത്തിന്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിലവിലെ ജില്ലാ ആസ്ഥാനമായ മലപ്പുറം എന്ന സ്ഥലം അങ്ങനെ വലിയ നഗരമോ വാണിജ്യ കേന്ദ്രമോ ജനസാന്ദ്രത കൂടിയ സ്ഥലമോ ഒന്നുമല്ല. വളരെ ചെറിയൊരു സ്ഥലമാണ് മലപ്പുറം എന്ന് പറയുന്നത്. ആ ജില്ലയിലെ തന്നെ 10ഓളം വലിയ പട്ടണങ്ങളുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ മലപ്പുറം എന്നത് വളരെ ചെറിയൊരു പട്ടണമാണ്. മലപ്പുറത്തിന്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന വേങ്ങരയുടെ പകുതി പോലും മലപ്പുറമില്ല. അതുപോലെ തന്നെ മഞ്ചേരി എന്ന വലിയ നഗരത്തിന്റെ 1/3 പോലും മലപ്പുറമില്ല. അതുപോലെ തന്നെ പെരിന്തൽമണ്ണയുടെ 1/3 പോലും മലപ്പുറം ഉണ്ടാവില്ല. അതുപോലെ തന്നെ കോട്ടക്കല്, മലപ്പുറത്തിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് കോട്ടക്കല്. ഈ കോട്ടക്കൽ ടൗണിന്റെ പകുതി പോലും മലപ്പുറം ഇല്ല. ഇപ്പറയുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ, അതായത് മഞ്ചേരി, പെരിന്തൽമണ്ണ, വേങ്ങര, കോട്ടക്കൽ, തിരൂര്, പൊന്നാനി, ഇതൊക്കെ തന്നെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ പട്ടണങ്ങളാണ്. അതിൽ തന്നെ പെരിന്തൽമണ്ണയും മഞ്ചേരിയും ഒരു സിറ്റി തന്നെയാണ്. ഇപ്പറഞ്ഞ സ്ഥലങ്ങളുമായൊക്കെ മലപ്പുറം താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ മലപ്പുറം വളരെ ചെറിയ സ്ഥലമാണ്. വളരെ കുറഞ്ഞ ഏരിയ ഉള്ള, വളരെ കുറഞ്ഞ വാണിജ്യ വ്യവസായം ഉള്ള, വളരെ കുറവ് ആളുകൾ എത്തിച്ചേരുന്ന ചെറിയൊരു പട്ടണമാണ് മലപ്പുറം എന്ന് പറയുന്നത്. കേരളത്തിൽ പൊതുവെയുള്ള ഒരു സ്വഭാവം, എല്ലായിടത്തും ഞാൻ പറയുന്നില്ല, കേരളത്തിലെ പൊതുവെയുള്ള ഒരു സ്വഭാവം, ഒരു ജില്ലയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ആ ജില്ലയിലെ ഏറ്റവും വലിയ നഗരമായിരിക്കും. എന്നാൽ മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഇതല്ല അവസ്ഥ. ആ ജില്ലയിലെ ഏറ്റവും ചെറിയ നഗരം, ഒരു ഗ്രാമത്തോട് ഉപമിക്കാവുന്ന രീതിയിലുള്ള വളരെ ചെറിയൊരു ടൗണാണ് ഈ മലപ്പുറം എന്ന് പറയുന്ന സ്ഥലം. അതിശയോക്തി ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റും. ആളുകൾ ഉപേക്ഷിച്ചു പോയ ഒരു പട്ടണം, അല്ലെങ്കിൽ ആളുകൾ ഷോപ്പിങ്ങിനോ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾക്കും ഡിപ്പെൻഡ് ചെയ്യാത്തൊരു ടൗണാണ് ഈ മലപ്പുറം എന്ന് പറയുന്നത്. മലപ്പുറം ജില്ലയുടെ വലിയൊരു ശതമാനവും ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ടൗൺ അല്ലെങ്കിൽ സിറ്റി എന്ന് പറയുന്നത് മഞ്ചേരിയാണ്, അല്ലെങ്കിൽ പെരിന്തൽമണ്ണ. ഈ 2 സിറ്റികളാണ്. മാത്രമല്ല മലപ്പുറം ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങളുണ്ടല്ലോ, അതായത് ചേളാരി, കൊണ്ടോട്ടി, ഈ മേഖലകളൊക്കെ പൊതുവെ ആശ്രയിക്കുന്നത് കോഴിക്കോടിനാണ്. താരതമ്യേന ഇവർക്ക് കോഴിക്കോട് വളരെ അടുത്തൊരു സ്ഥലമാണ്. അവർ മലപ്പുറം ജില്ലയിലേക്ക് യാതൊരു കാര്യത്തിനും ആശ്രയിക്കാറില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് മഞ്ചേരിയെ പോലെ അതിശയോക്തി ഇല്ലാതെ തന്നെ 100% ഉറപ്പോടെ എനിക്ക് പറയാൻ സാധിക്കും, കോഴിക്കോടിനെ പോലെ വളരാൻ കാപ്പബിലിറ്റി ഉള്ള ടൗണാണ് മഞ്ചേരി. അങ്ങനെയുള്ള മഞ്ചേരിയെ പോലെ വളരെയധികം വളർച്ച കൈവരിക്കാൻ സാധ്യതയുള്ള ഒരു സിറ്റിയെ മലപ്പുറം എന്ന അപ്രസക്തമായിട്ടുള്ള ആസ്ഥാനം എല്ലാ രീതിയിലും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ്
പുനഃക്രമീകരണത്തിന് ശേഷം മലപ്പുറം ജില്ലയുടെ പേര് തിരുത്തി അതിന്റെ പേര് മഞ്ചേരി ആക്കണം എന്നുള്ള ശക്തമായ ആവശ്യം പ്രാദേശികമായി ഉയർന്നു വരുന്നത് മഞ്ചേരിയുടെ വാണിജ്യ പ്രതാപവും വളർച്ചയും കണക്കിലെടുക്കുമ്പോൾ ഇനിയെങ്കിലും ഈ വിഷയത്തിൽ വ്യക്തമായ നിലപാട് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചരിത്രപരമായിട്ടുള്ള തെറ്റുകൾ തിരുത്തി നഗരവൽക്കരണത്തിന്റെ യഥാർത്ഥ മാനദണ്ഡങ്ങൾ പരിഗണിച്ച് ജില്ലാ ആസ്ഥാനം പുനഃക്രമീകരിക്കാൻ തയ്യാറാകണമെന്നാണ് മഞ്ചേരിയിൽ നിന്നുള്ള പൊതുവെയുള്ള ഒരു വികാരം വരുന്നത്. ജില്ലാ പുനഃക്രമീകരണത്തോടെ മലപ്പുറം എന്ന പേര് മാറ്റി ആ സ്ഥലത്തിന് മഞ്ചേരി എന്ന പേര് നൽകുമ്പോൾ, അതായത് ഇവർ ആവശ്യപ്പെടുന്ന മഞ്ചേരി ജില്ല ആ പ്രദേശത്തിന് വികസനത്തിന്റെ കാര്യത്തിൽ പുത്തൻ ഉണർവ് നൽകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, മഞ്ചേരി എന്ന് പറഞ്ഞാൽ കോഴിക്കോടിനെ പോലെ തന്നെ വളർന്ന് വലിയൊരു സിറ്റി ആവാൻ കേപ്പബിലിറ്റി ഉള്ള സ്ഥലമാണ് മഞ്ചേരി. അതിന്റെ വളർച്ചയെ പലപ്പോഴും തടയുന്നത് മലപ്പുറം എന്ന ഈ ആസ്ഥാനമാണ്. മഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഈ മാറ്റം വളരെ അനിവാര്യമാണ്. അത് ജനങ്ങളുടെ വികാരത്തെ മാനിക്കുന്നതും വികസനത്തെ ജനാധിപത്യവൽക്കരിക്കുന്നതുമായ ഒരു തീരുമാനമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്തായാലും ഇത്തരം വികാരങ്ങളൊക്കെ ഈ മേഖലയിൽ, പ്രത്യേകിച്ച് മഞ്ചേരി മേഖലയിലെ ആളുകൾക്കിടയിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇതിനെ പൊളിറ്റിക്കൽ വൈസ് ഒന്നും ആരും കാണണ്ട, ഇത് എല്ലാ പാർട്ടിക്കാരിലും ഉണ്ട്. ജാതി മത രാഷ്ട്രീയങ്ങൾക്കപ്പുറം മഞ്ചേരിക്കാരുടെ പ്രശ്നമായി ഇതിനോടകം തന്നെ മാറിയിരിക്കുകയാണ്. ഇത് കേവലം പ്രാദേശിക പ്രശ്നമായിട്ട് നമ്മൾ ഇതിനെ തള്ളിക്കളയേണ്ട കാര്യമൊന്നുമില്ല. മഞ്ചേരിക്കാർ പറയുന്നതിലും അല്പമല്ല വലിയ രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഈ മേഖലയിലൊക്കെ സഞ്ചരിച്ചിട്ടുള്ള ആളുകൾക്ക് എന്തായാലും അത് അറിയാതിരിക്കില്ല. എന്തായാലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു.